ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ വൃത്തിക്കും ഭംഗിക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരും ചിന്താശേഷിയും ആത്മവിശ്വാസവും ധാരാളം ഉള്ളവരാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ മനോബലം കുറഞ്ഞവരായതുകൊണ്ട് ഒരു ചെറിയ നിസാരമായിട്ടുള്ള കാര്യം മതി ഇവരുടെ മനസ്സിന് സമാധാനം കുറയുവാനായിട്ട്. പൊതുവേ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അഷ്ടമ വ്യാഴം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണെങ്കിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സഹായസ്ഥാനത്തും സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും മൂലം ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ്. തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമാധിപതിയായ സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുന്നതിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ കർമ്മപരമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മപരമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാവുകയും പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അഭിവൃദ്ധിയും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. എന്നാൽ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണം. ഈ ഫെബ്രുവരി മാസത്തിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയങ്ങളിൽ. അതേപോലെ തന്നെ ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ നിയന്ത്രിച്ച് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.